പിന്നുണ്ടോ? പിന്നെ ഇല്ല. നിന്റെ ഇരിക്കുന്നുണ്ടല്ലോ ഒരു പിന്ന്. അത് കെമിസ്ട്രിയുടെ അസൈൻമെന്റ് പിന്നെ. അടുത്ത മാസം വെക്കാനുള്ള ഇങ്ങോട്ടും താടാ. അടുത്ത മാസം വെക്കാനാണെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ ഒരു മാസം മുമ്പേ ചെയ്തു വെക്കും. എന്റെ പൊന്നളി അതുകൊണ്ടും താടാ. ഇപ്പൊ തരാൻ പറ്റത്തില്ല. ഇവനെയൊക്കെ കൊണ്ട് എല്ലാരും ഭയങ്കര തിരക്കിലാവുന്നല്ലോ. ഇന്നെന്തോ അസൈൻമെന്റ് ഉണ്ട്, അല്ലാതെ ഇവന്മാർ ഇത്രയും പരിവേഷത്തിൽ നടക്കത്തില്ല. അസൈൻമെന്റ് അവസാനത്തെ 5 പേജ് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ നോക്കി എഴുതിട്ട് പെട്ടെന്ന് തരാടാ. ഓ നീ കൊറേ തരും. നീ എന്റെ പണ്ടൊരു അസൈൻമെന്റ് മേടിച്ച ഓർമ്മയുണ്ടോ? അതേതാടാ? നിനക്ക് ഓർമ്മയുണ്ടോ? ഇവന്റെ മാത്സിന്റെ അസൈൻമെന്റ് നീ വാങ്ങിച്ചിട്ട് അതിന്റെ ഫ്രണ്ട് പേപ്പർ മാത്രം മാറ്റിയിട്ട് നിന്റെ അസൈൻമെന്റ് ഫ്രണ്ട് പേപ്പർ അതിൽ വെച്ചിട്ട് സ്റ്റാപ്ലർ ആയിട്ട് നിന്റെ അസൈൻമെന്റ് ആണെന്ന് പറഞ്ഞ് നീ കൊടുത്തു. എടാ അത് ഇവന്റെ അസൈൻമെന്റ് എന്ന് എഴുതിയ പേര് തെറ്റായി പോടാ, അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തന്നേ ഉള്ളൂ. ഡാഡിയ നീ വരാൻ നോക്കിയിരിക്കും. നിന്റെ അസൈൻമെന്റ് ഇങ്ങോട്ടൊന്ന് നോക്കിയിടാൻ വേണ്ടിയാടാ. അത് നിന്ന് അസൈൻമെന്റ് വെക്കണോ? ഏതിന്റെ അളിയാ? അടിപൊളി. പറഞ്ഞോട്ടെ, നീ ഒരാഴ്ചയായിട്ട് ലീവ് ആയിരുന്നില്ലയോ? പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലവരുടെയും കയ്യിൽ നിന്ന് പേനയും പേപ്പറും മേടിച്ചിട്ട് പെട്ടെന്ന് എഴുതാൻ നോക്ക്. അസൈൻമെന്റ് അല്ലയോ, 2-3 ദിവസം താമസിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അസൈൻമെന്റ് കടുവ സാറിന്റെ അസൈൻമെന്റ് ആണെങ്കിലും കഴിഞ്ഞ വട്ടത്തെ ഒന്നും മറന്നിട്ടില്ലല്ലോ. അപ്പൊ മക്കളെ, നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു എക്സാം നടത്തി. ഇനി വേണ്ടത് ഒരു അസൈൻമെന്റ് ഈ ചാപ്റ്ററിനെ പറ്റി നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് വരികയാണ്. മനസ്സിലായല്ലോ? സാർ നമുക്ക് നാളെ വെച്ചാലോ? മോനെ, എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല. നിങ്ങളുടെ ഒരു സമയം പറ, ആ സമയത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പൊ വെച്ചാൽ മതി. ഓക്കെ സാറേ, അടുത്ത ആഴ്ച വെക്കാം സാറേ. അടുത്ത ആഴ്ചയോ? ഒരു കാര്യം ചെയ്യും, കുറച്ചുകൂടി സമയം എടുത്തു. അടുത്ത മാസം വെച്ചാൽ മതി. എന്നാ സാർ നമുക്ക് 4-ാം തീയതി വെച്ചാലോ? ഓക്കെ സാർ. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞ സമയം, നിങ്ങൾ പറഞ്ഞ ഡേറ്റ് 4-ാം തീയതി തന്നെ. അതിലൊരു മാറ്റം ഇല്ലേ? അതിലൊരു മാറ്റമില്ല സാർ. ഗുഡ് മോർണിംഗ് എല്ലാവരും ഇരിക്കും. അപ്പൊ എങ്ങനാ, 4-ാം തീയതി ഇല്ലയോ? അപ്പൊ എല്ലാവരും എടുത്തോ. എന്ത് സാറേ ബുക്ക് എടുക്കുന്ന കാര്യമാണോ? എടുക്ക് അസൈൻമെന്റ് എടുക്ക്. സാർ നീ ഇതെവിടെ നിന്ന് ഒപ്പിച്ച്? വെരി ഗുഡ്. ബാക്കിയുള്ളവരോട് എടുക്ക്. സാറേ നാളെ വെച്ചാൽ മതിയോ? എടാ, ഈ ഡേറ്റ് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ ഡേറ്റ് ആണോ? നീയൊക്കെ പറഞ്ഞ ഡേറ്റ് അല്ലയോ? നിനക്കൊക്കെ നാളെ വെക്കാൻ പറ്റത്തുള്ളായിരുന്നു. നാളത്തെ ഡേറ്റ് പറയണമായിരുന്നു. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഇപ്പൊ കിട്ടണ സാധനം. അവനൊക്കെ ഡേറ്റ് പറഞ്ഞു വെച്ചിട്ട് മാറ്റി പറയുന്നത്. ഒരു ഡേറ്റ് മാറ്റലും ഇല്ല. എനിക്കിപ്പൊ സാധനം കിട്ടണം. സാറേ ഇപ്പൊ എഴുതി തരാം. ഒരു 2 മണിക്കൂർ സമയം തരുമോ? ഞാൻ എടുത്ത് എറിയാന്. ഇതെന്താ പിള്ളേളെയാണോ വിചാരിച്ചേ? 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരം അങ്ങ് എഴുതിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. എനിക്ക് സാധനം ഇപ്പൊ കിട്ടണം. എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റത്തുള്ളൂ. നീ ഒന്ന് പറയടാ. സോറിടാ, എനിക്ക് ശിരയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. സാറേ, അമ്മൂമ്മ മരിച്ചു പോയണ്ട സാറേ ഞാനൊന്നും ഇടാങ്ങിയത്. എടാ, നിന്റെ അമ്മൂമ്മ നീ എത്ര തവണ കൊല്ലുവിടാ? സാറേ ഞാൻ എഴുതിയതാ, പക്ഷെ വീട്ടിൽ വെച്ച് മറന്നു. നാളെ കൊണ്ട് തന്നാ മതിയോ? നീ വീട്ടിൽ വെച്ച് മറന്നു പോയല്ലയോ? പോയി എടുത്തോണ്ട് വേടാ. എനിക്ക് ഇപ്പൊ കിട്ടണം. സാറേ 10 കിലോമീറ്റർ അപ്പുറത്തെ വീട്. ഇപ്പോഴാണെങ്കിൽ ബസ്സും ഇല്ല. പോയി നടന്ന് എടുത്തോണ്ട് വേടാ. പോടാ. സാർ നമ്മൾ ബാക്കിയുള്ളവരുടെ പണിഷ്മെന്റ് എന്നാ തീരുമാനിച്ചു കഴിഞ്ഞായിരുന്നെങ്കിലേ നമുക്ക് ക്ലാസ് അങ്ങ് തുടങ്ങായിരുന്നു. ബാക്കിയുള്ളവന്മാരെ ഞാന് കുറച്ച് പഴയ കാര്യങ്ങൾ ആലോചിച്ചതാ. എടാ, ഇങ്ങനെ വായി നോക്കി ഇരിക്കാതെ വെല്ലോന്റെ തെണ്ടി പറക്കി പേപ്പർ മേടിച്ച് എഴുതാൻ നോക്കടാ. അങ്ങാറ 2ാമത്തെ പീരീഡ് 2 പേപ്പർ ഇങ്ങോട്ട് വരുമോ? പിന്നെ ഇത് വരാൻ പോവാ. ആരെങ്കിലും എനിക്ക് 2 പേപ്പർ തരുമോ? ഗുഡ് മോർണിംഗ് സാർ. ഇരുന്നോ. എല്ലാരും നല്ല തിരക്കിലാണല്ലോ. ഒരു 2 പേപ്പർ ഇടാ. അപ്പൊ എല്ലാവരും കമ്പ്യൂട്ടറിന്റെ ടെക്സ്റ്റ് എടുക്കുക കേട്ടോ. ടെക്സ്റ്റ് എടുക്കും. കമ്പ്യൂട്ടറിന്റെ ടെക്സ്റ്റ് ഫസ്റ്റ് പഠിക്കാനുള്ളത് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, എന്താണ് ഒരു കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. എന്താണ് കമ്പ്യൂട്ടർ? ഇലക്ട്രോണിക് ഡിവൈസ്. ഇലക്ട്രോണിക് ഡിവൈസ്. അടുത്ത CPU. എന്താണ് CPU? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. രാഹുലെ എന്തെടുക്കോടാ അവിടെ? എന്തെടുക്കുവാന്ന്? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. വേണ്ടേ, ഒരുത്തനെ എന്നെ പറ്റിക്കാന്ന് കരുതണ്ട കേട്ടല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ. അപ്പം CPU പൊക്കൊന്നുമില്ലല്ലോ. ഇതെന്തോടാ പൂന്തോട്ടമോ? അപ്പൊ ഇന്നത്തെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നാളെ വന്നിട്ട് UPS ഒക്കെ എന്താന്ന് പഠിപ്പിക്കാം. അപ്പൊ ബൈ സ്റ്റുഡൻസ്. അടുത്ത വീട് കടുവ സാറാ. എഴുതിയോ? എങ്ങനെ എഴുതാനാ?
കടുവതാറ് പിടിച്ച് കടിച്ചു കളഞ്ഞിട്ടേക്ക്. മക്കളെ അപ്പൊ എടുത്തോ സാർ. അഖിലേ എല്ലാരും തന്നല്ലോ, ഇരി. നിന്നെ നോക്കി എഴുതിയതാ കഴിഞ്ഞ പീരീഡ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എത്ര ബുക്ക് റെഫർ ചെയ്ത് എഴുതിയാന്ന് എനിക്കറിയാവോ? സാരമില്ല, കണ്ടുപിടിക്കാൻ പോകുന്നില്ലടാ. സാർ അകത്തോട്ട്. എവിടെ ആയിരുന്നടാ കളർ ഡ്രസ് ഒക്കെ ഇട്ടോണ്ട്? സാറേ നാടകത്തിന്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അസൈൻമെന്റ് എഴുതിയെങ്കിൽ മാത്രം നീ അകത്തോട്ട് കയറിയാൽ മതി. അയ്യോ സാറേ അത് ഞാൻ എഴുതിയില്ല. എഴുതിയില്ലെന്നോ? സാറേ ഞങ്ങൾ രണ്ടുപേരും എഴുതിയതാ. എടാ നിനക്ക് ഓർമ്മയില്ലയോ നീ എഴുതിയ പേപ്പർ എന്റെ ബാഗ് വെച്ച് എന്റെ കയ്യിലുണ്ട്. സാറേ ഞങ്ങൾ രണ്ടുപേരും എഴുതിയതാ. എഴുതിയതാ. ആണല്ലയോ? എന്നാ അസൈൻമെന്റ് വന്നിട്ട് കയറിക്കോ. വാ. കണ്ടോ ക്ലാസ് ലൈൻ ഉണ്ടെങ്കിൽ പ്രോജക്റ്റ് എഴുതണ്ട, അസൈൻമെന്റ് എഴുതണ്ട. അല്ല നിനക്ക് ലൈൻ ഉണ്ടായിരുന്നല്ലോ. എനിക്കൊരു മറപ്പുണ്ട്. അന്നാ പിന്നെ അവളെ കൊണ്ട് എഴുതിപ്പിച്ചൂടായോ? അല്ല അവളെ അടുത്ത വിജയദശമിക്ക് എഴുത്തിനിരുത്താൻ പോകുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എഴുതിപ്പിച്ചാൽ മതിയോ? അഖിലേ അസൈൻമെന്റ് എല്ലാം നോക്കിയിട്ടുണ്ട്, എല്ലാവർക്കും ഒന്ന് കൊടുത്തേ. കൺഗ്രാറ്റ്സ്. അടുത്ത അസൈൻമെന്റ് ഞാൻ കാണിച്ചു തരാം. ഈ വർഷത്തെ ലാസ്റ്റ് അസൈൻമെന്റ് കേട്ടോടാ. ഷിയാസേ എന്നിട്ടേ നിന്റെ അസൈൻമെന്റ് ഇതിനകത്ത് കണ്ടില്ലല്ലോ. അല്ല സാറേ വെച്ചായിരുന്നല്ലോ. ആ സാറേ ഞാൻ തന്നായിരുന്നല്ലോ. കുഞ്ഞെ ഇത് 10A ബിബിന്റെയാ. അയ്യോ ആണോ? ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. എന്നാ സാറേ ഇതായിരിക്കും. എടി മോളെ ഇത് 10B വിഷ്ണുവിന്റെയാ. അയ്യോ ആണോ? എന്നാ സാറേ ഇത് 10C അനൂപിന്റെയാ. അതും ഇല്ലയോ? എന്നാ ഓ ഇത് 10D മനോജിന്റെ. എന്നാ സാറേ ഇതും കൂടെ ഉള്ളു. ഇത് ഷിയാസിന്റെ. ഇതൊന്നും അല്ല. എടാ ഷിയാസെ ഒന്ന് ക്ഷമിക്കടാ. ഇല്ല 10 ബിപിൻ ചേട്ടന് സെമിനാർ കൊടുത്തപ്പോഴേ നിന്റെയാ കൊടുത്തത്, മാറിപ്പോയതാ. സോറി മോളെ കൊടുക്കുമ്പോ നോക്കിയും കണ്ടൊക്കെ കൊടുക്കണ്ടായോ?